ഒരു ചെറിയ പനി വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും കുറഞ്ഞത് 500 അല്ലെങ്കിൽ 800 രൂപയാകും. അപ്പോൾ ഒരു വലിയ അസുഖമൊക്കെ വന്നാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് ഇന്ത്യയിൽ പല കുടുംബങ്ങളെയും കടക്കണിയിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ ബില്ലുകൾ. ഈ ഹോസ്പിറ്റൽ ബില്ലിനെ ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ്. പലർക്കും ഇതിനെപ്പറ്റിയുള്ള അറിവിന്റെ പരിമിതി കൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ മടിക്കുന്നത്. എന്നാൽ ഓരോരുത്തരും ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി ഒരു തുക മാറ്റിവെക്കുന്നത് നല്ലതാണ്. കാരണം ഓരോ വർഷം കഴിയും തോറും ആശുപത്രി ബില്ലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്നും ഏതൊക്കെ തരം ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ടെന്നും അതിന്റെ ഗുണങ്ങൾ, ആവശ്യ സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? ഹെൽത്ത് ഇൻഷുറൻസ് പല കുടുംബങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു രക്ഷാ കവചം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ പ്രതിമാസം അല്ലെങ്കിൽ വർഷം തോറും ഒരു തുക ഇതിനായി ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിക്ക് അടയ്ക്കണം. നിങ്ങൾ അടയ്ക്കുന്ന തുക നിങ്ങൾക്ക് ചികിത്സയ്ക്ക് സഹായം ആവശ്യമായി വരുന്ന സമയത്ത് അവർ അത് നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്കും ഇൻഷുറൻസ് കമ്പനിക്കും ഇടയിൽ ഒരു കരാറ് പോലെയാണ് ഇതുള്ളത്. നിങ്ങൾക്കൊരു രോഗം വന്ന് ആശുപത്രിയിലായാൽ ആശുപത്രിവാസം, സർജറികൾ, മരുന്നുകൾ, ഡോക്ടറുടെ ഫീസ്, ആംബുലൻസ് ചാർജുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാം ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യും. അപ്രതീക്ഷിതമായി ഏതൊരു അസുഖം വന്നാലും നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി ആ തുക അടയ്ക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ 2-3 ടേമുകൾ മനസ്സിലാക്കണം. 1 പ്രീമിയം, 2 ക്ലെയിം, 3 കവർ. ഈ ടേമുകളായിരിക്കും കമ്പനിക്കാർ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അടയ്ക്കുന്ന തുകയ്ക്ക് പ്രീമിയം എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് പണം ആവശ്യമായി വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നതിനെ ക്ലെയിം ചെയ്യുക എന്ന് പറയും. നിങ്ങൾക്ക് ആവശ്യമായ തുക ഇൻഷുറൻസ് കമ്പനി അടയ്ക്കുന്നതിനെ കവർ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ പ്രീമിയം അതായത് അടയ്ക്കേണ്ടുന്ന തുക ഓരോ വർഷവും അടച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഇൻഷുറൻസ് ആക്റ്റീവ് ആയിരിക്കുകയുള്ളൂ. ഇങ്ങനെ ആക്റ്റീവായി ഇരുന്നാലേ നിങ്ങൾക്ക് കവർ എമൗണ്ട് കിട്ടുകയുള്ളൂ. അതുപോലെ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം അനുസരിച്ചാണ് കവർ എമൗണ്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഓരോ കമ്പനിക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ 1 മാസം കൂടുന്തോറും അടയ്ക്കാം, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ അതുമല്ലെങ്കിൽ വർഷത്തിലോ നിങ്ങൾക്ക് അടയ്ക്കാം. അത് നിങ്ങളുടെ കമ്പനി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇന്ത്യയിൽ ഏതൊക്കെ തരം ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് നോക്കാം. ഒരു വ്യക്തിക്ക് മാത്രമായുള്ള ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ്, ഒരു കുടുംബത്തിന് ഒറ്റ പോളിസിയിൽ എടുക്കാവുന്ന തരത്തിലുള്ള ഫാമിലി ഫ്ലോട്ടർ പ്ലാൻസ്, കുടുംബത്തിലെ പ്രായമായവർക്ക് വേണ്ടി സീനിയർ സിറ്റിസൺ പ്ലാൻസ്, രോഗങ്ങളുള്ളവർക്ക് വേണ്ടിയുള്ള ക്രിട്ടിക്കൽ ഇൽനസ് പ്ലാൻസ് എന്ന തരത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് അവൈലബിൾ ആണ്. രോഗങ്ങളുള്ള ആളുകൾക്ക് മാത്രമല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാവുന്നത്, ആർക്കും എടുക്കാം. നിങ്ങൾ ഒരു 25 വയസ്സിൽ ജോലിയിൽ കയറിയാൽ നിങ്ങൾക്ക് സാലറി കിട്ടുന്ന സമയത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസിനായി തുക മാറ്റിവെക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഭാവിയിൽ പ്രയോജനമായിരിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? 1. ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടിയന്തര ഘട്ടം വന്നാൽ നിങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെടുന്നത് മെഡിക്കൽ ബില്ലുകൾ വഴിയായിരിക്കും. ഇത് ഒഴിവാക്കാൻ ഹെൽത്ത് ഇൻഷുറൻസ് സഹായിക്കും. 2. ക്വാളിറ്റി ഹെൽത്ത് കെയർ. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രോഗം വന്നാൽ ഇന്ത്യയിൽ ഉടനീളമുള്ള എല്ലാ ആശുപത്രികളിലും നല്ല മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകളെയും കാണാനും നിങ്ങളുടെ രോഗത്തിന് ചികിത്സ തേടാനും സാധിക്കും. 3. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. നിങ്ങൾക്ക് പെട്ടെന്നൊരു ആശുപത്രിവാസം ആവശ്യമായി വന്നാൽ കയ്യിൽ നിന്നും പണം അടയ്ക്കേണ്ടി വരില്ല. ഇൻഷുറൻസ് കമ്പനി നേരിട്ട് തന്നെ തുകയടയ്ക്കും. കൂടാതെ ചില ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് ഇയർലി ചെക്കപ്പ് ചെയ്യാനും അവസരം നൽകുന്നുണ്ട്. കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് വഴി നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകത. വലിയ കടം ഉണ്ടാകും എന്നോർത്ത് ഭയം വേണ്ട. ആരുടെയും കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങാതെ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നും ലോണുകൾ എടുക്കാതെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ബിൽ അടയ്ക്കാൻ സാധിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഒരു പോളിസി തിരഞ്ഞെടുക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ടുന്നത് നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ ആവശ്യകതകളും അടിസ്ഥാനമാക്കിയായിരിക്കണം പോളിസി തിരഞ്ഞെടുക്കാൻ. തുടർന്ന് നിങ്ങളുടെ കമ്പനി എങ്ങനെയാണോ പ്രീമിയം അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ തുക അടയ്ക്കണം. പിന്നീട് നിങ്ങൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമായി വന്നാൽ നിങ്ങൾ കമ്പനിയിൽ ഇതിനായി ക്ലെയിം ചെയ്യാം. ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വഴി ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ചെയ്യാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ ആയതിൻ്റെ രേഖകളും ബില്ലുകളും കാണിക്കണം. ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തവർ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.